കൂടെ പേര് വരാനുണ്ട്. നമുക്ക് അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാൻ സമയപരിമിതി കാരണം കഴിയില്ല. അപ്പൊ ഞാൻ വന്നവരിൽ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ ഒരുവിധ ആളുകൾക്ക് നമുക്ക് പരിചയക്കാരാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് തന്നെ ഐ വുഡ് സ്റ്റാർട്ട് വിത്ത് നമ്മുടെ രാഹുൽ ചേട്ടന്റെയും ഐശ്വര്യ ചേച്ചിയുടെയും. രാഹുൽ ചേട്ടന്റെ അച്ഛനായിട്ടുള്ള ശ്രീകുമാരൻ സർ അവിടുന്ന് എറണാകുളത്ത് നിന്ന് എഴുപത്തിന് ഇത്രയും ട്രാവൽ ചെയ്ത് ഇവിടെ വന്ന്. സോ പിന്നെ സാറിന്റെ കൂടെ തന്നെ ശ്രീകുമാരൻ അങ്കിൾ പിന്നെ മുന്നിൽ വന്നിരിക്കേണ്ടതാണ്. പിന്നെ വന്നിരിക്കുന്ന എല്ലാവരും കുറച്ചുകൂടെ മുന്നിലേക്ക് ഇരിക്കുകയാണെങ്കിൽ നല്ലതായിരുന്നു. ദൈവസ്തുതി, ഗണപതി സ്തുതി പാടാനായി ഞാൻ ഗൗരിയെ ക്ഷണിച്ചുകൊള്ളുന്നു. അതുകൂടാതെ ഈ അടുത്തായിട്ട് ഒരുപാട് നല്ല ആൾക്കാരുണ്ട്. അവരെ കൊണ്ട് നമ്മൾ പാട്ട് പഠിക്കുന്നതായിരിക്കും, പാട്ട് പാടാൻ അറിയാത്തവരെ കൊണ്ട് നമ്മൾ പഠിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നന്ദി. നമ്മുടെ പരിപാടി നല്ല രീതിയിൽ തന്നെ നടക്കട്ടെ എന്ന് ചെയ്യും. അറിയപ്പെടാൻ കഴിഞ്ഞത് ഒത്തിരി സന്തോഷം. പിന്നെ ഇവിടെ വരിക എന്നുള്ളതും നിങ്ങളെയൊക്കെ കാണുക എന്നുള്ളതും ഈവൻ ദോ ഡിസ്റ്റൻസ് കുറെ കൂടുതലാണെങ്കിലും വല്ലപ്പോഴും പറ്റുന്നുള്ളെങ്കിലും ഭയങ്കര ഒരു കമ്മിങ് ബാക്ക് ഹോം ഫീലിംഗ് ആണ്. എല്ലാവരും വളരെ സ്നേഹമുള്ളവരും നമ്മളുമായിട്ട് വളരെ രീതിയിൽ സഹകരിച്ച് പോകുന്നവരും എല്ലാവരോടും വളരെ ഇഷ്ടം തോന്നുന്ന ആൾക്കാരുമായിട്ടാണ് എനിക്ക് എൻ്റെ വൈഫിനും എൻ്റെ കുടുംബത്തിനും ഫീൽ ചെയ്തിട്ടുള്ളത്. ടു ബി ബാക്ക് ഹിയർ. പിന്നെ എന്താണ് എൻ്റെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേക്ക് വന്ന എല്ലാവർക്കും, ബർത്ത്ഡേ സെലിബ്രേഷൻ വന്ന എല്ലാവർക്കും എല്ലാ നന്ദി, എല്ലാ സന്തോഷവും ഞാൻ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സർ. താങ്ക് യു അങ്കിൾ. മൂത്ത സിസ്റ്റർ ഇവിടുന്ന് ബഹളം ഉണ്ടാക്കുന്നതുകൊണ്ട് സ്റ്റേജിലേക്ക് വരേണ്ടതാണ്. മൂത്ത സിസ്റ്ററിന്റെ ഹസ്ബൻഡ് പ്രജിത്തേട്ടൻ. Happy birthday to you. Happy birthday to you. Happy birthday, happy birthday, happy birthday to you. Happy birthday, dear Krishna. Happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday, happy birthday, happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday, happy birthday, happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday, happy birthday, happy birthday to you. നിലവിലഴകെ താരമരികെ പിരിയും ചിരികെ പാരിയുയരാൻ ചിറകിലലയാൻ തോന്നലുണരും മനസ്സു വെറുതെ താനെ മാറിയൻ ലോകവും നിന്റെ ഓർമ്മയാലേ
മിന്നി എന്നിലാകെ നീ തൂവൽ പോലെ കാറ്റിൽ വന്നെഞ്ചിൽ തൊട്ടിൽ ജീവനേ. നിലവിലഴകെ താരമരികെ വിരിയും ചിരിയെ പാറിയുയരാൻ ചിറകിലലയാൻ തോന്നലുണരും മനസ്സിൽ വെറുതെ. രാവ് പുലരാൻ കാത്തു കഴിയും നിന്നെ ഒന്നു കാണാനായി. ദൂരെ ഇരുളിൽ മഞ്ഞു കനവിൽ എന്നെ തേടിയില്ലേ നീ. ഇന്നൊരു വാക്കിലും നീളും നോക്കിലും പൂന്തേട്ടുള്ളികൾ നിറയെ പൊഴിയെ. എന്തേ ഇങ്ങനെ മായാജാലമോ എന്നെ തന്നെ ഞാനെവിടെ മറന്നോ. നീല്ലേ എന്നാണു നിലഴകെ താരമരികെ വിരിയും ചിരിയെ പാറിയുയരാൻ ചിറകിലലയാൻ തോന്നലുണരും മനസ്സിൽ വെറുതെ. മണിവാതിൽ ചന്ദ്രിയേ നീരാടി എന്നായിരുന്നു മനസ്സിൽ. നമുക്കൊരു പോലെ നീ സഖി നമുക്കൊരു പോലെ അങ്കയാമത്തിലെ മഞ്ഞേറ്റു മലർന്നി സ്വർണ്ണമന്ദാരം സാക്ഷിയല്ലേ. ചന്ദനമണിവാതിൽ പാതിച്ചാരി തിരയിടത്തി കണ്ടയേ നീരാടി നീക്കെ എന്നായിരുന്നു മനസ്സിൽ. യാമിൻ താമസുതരിയല്ലേ
ആരും കാണാമേ തിങ്കൾ നീയും കൂട്ടിലേ ഈണക്കുയിൽ പാടും പാട്ടിൻ താളം പകരാ തേരുമണി സൂവിനെ തേനൊഴുകും ചിരിയൂരും നീർത്തി മാറത്തൊരുക്കാം സ്നേഹക്കളിയോടമേറി തീരത്തെന്നും കാവലായി മോഹക്കൊതി വാക്കിലൂടിയും കാലത്തെന്നും കാവലായി എന്നും കണ്ണീരിൻ പിന്നായി നെഞ്ചിൽ കുതിരി ചോരുന്ന പൊന്നോവ് പൂരങ്ങൾ ഭൂമത്തോടെ ോളം കടലെല്ലാം തീരായി കൊണ്ടേടി മാറ്റോളം മഴവില്ലായി ഒരു സന്തോഷം ഉണ്ടാക്കുന്ന ഒരവസ്ഥയാണ്. കുറച്ച് സമയം ഇതിൽ തന്നെ അങ്ങ് മുഴുകിപ്പോയി. എനിക്കേറെ പ്രിയപ്പെട്ട ആളുകളാണ് എൻ്റെ മുന്നിലിരിക്കുന്നത്. ഇതൊരു വല്ലാത്ത ഒരു അനുഭവമാണ്. ഇന്നൊരു ചെറിയ മഴയുണ്ടായിരുന്നു. എല്ലാ സ്ഥലത്തും ഇല്ല. ഇവിടെ വടകര ശരിക്കും ഇന്നാണ് നന്നായിട്ടൊന്ന് മഴ പെയ്തിട്ടുള്ളത്. അപ്പൊ ഞാൻ 2 വരി പാടാം. പെയ്തു മാനം തെളിഞ്ഞ നേരം തൊടിയിലെ കൈമാവിൻ ചോട്ടിൽ ഒരു കൊച്ചു കാറ്റേറ്റു വീണ തേന്മാമ്പഴം ഒരുമിച്ചു പങ്കിട്ട ബാല്യം. പെയ്തു മാനം തെളിഞ്ഞ നേരം തൊടിയിലെ കൈമാവിൻ ചോട്ടിൽ ഒരു കൊച്ചു കാറ്റേറ്റു വീണ തേന്മാമ്പഴം ഒരുമിച്ചു പങ്കിട്ട ബാല്യം. പങ്കിട്ട ബാല്യകാലം. പൂക്കൾ വീണൊഴുകിപ്പോയി പകൽ വർഷരാത്രി തന്നിഴി തുടച്ചു. പിരിയാത്ത നിഴലായി നീരുന്നു, പിരിയാത്ത നിഴലായി നീരുന്നു. വേനലിൽ ഇളം കാറ്റുപോലെ പുലർവേളയിൽ എരിവെയിലു പോലെ എല്ലാം മറന്നെനിക്കെന്നും ഉറങ്ങാൻ നീ തന്നു മനസ്സിന്റെ തൊട്ടിൽ പോലും. നീ തന്നു മനസ്സിന്റെ തൊട്ടിൽ പോലും. മഴ പെയ്തു മാനം തെളിഞ്ഞ നേരം തൊടിയിലെ കൈമാവിൻ ചോട്ടിൽ ഒരു കൊച്ചു കാറ്റേറ്റു വീണ തേന്മാമ്പഴം ഒരുമിച്ചു പങ്കിട്ട ബാല്യം. ഇവിടെ വെച്ച് ഈ രീതിയിൽ ആഘോഷിക്കാൻ കഴിഞ്ഞതിന് എല്ലാവരും, ഞാൻ ആ പേരെടുത്ത് പറയുന്നില്ല, എന്തായാലും വളരെ ദൂരെ എന്ന് തന്നെ, ഏറ്റവും ദൂരെ നിന്ന് ആളുമാണ് എത്തിയിട്ടുള്ളത്. ബാംഗ്ലൂരിൽ നിന്ന് വളരെ ദൂരെ തന്നെ ശ്രീയേട്ടനും അതുപോലെ തന്നെ ശ്രീയേട്ടന്റെ കുടുംബം, അത് പിന്നെ ഞങ്ങളുടെ പ്രിയപ്പെട്ട രാഹുലിന്റെ അച്ഛനും രാഹുലിന്റെ ഇളയച്ഛന്റെ മക്കൾ, നല്ല പാട്ടുകാരിയും അതുപോലെ തന്നെ NSS നാഷണൽ സർവീസ് സ്കീം എന്ന് പറയുന്നത് ഒരു വലിയ സന്നദ്ധ സംഘടനയാണ്. അതിന്റെ കേരളത്തിൽ അതിന്റെ ഒരു നല്ല ഒരു പ്രവർത്തകർക്കുള്ള ഒരു അവാർഡ് കിട്ടുക, അല്ലെങ്കിൽ അങ്ങനെ ഒരു പരിപാടിയിൽ പട്ടാളക്കാരോട് പങ്കെടുക്കുക എന്ന് പറഞ്ഞ ഒരു വലിയ കാര്യമാണ്. നമ്മുടെ ഗൗരി മോൾക്ക് അതിന് പ്രത്യേകം അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ്. അതുപോലെ ഗൗരിയുടെ സഹോദരൻ ഗൗതമും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ രാഹുലിന്റെ കസിനും ഭാര്യയും കൊച്ചു മോനും ഒക്കെ എത്തിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ കുന്നത്ത് ഫാമിലി പ്രേമാട്ടൻ, എല്ലാവരും കുറച്ച് വൈകിയാണെങ്കിലും അവര് പ്രേമാട്ടനോട് എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രേമാട്ടന്റെ കൂടെ വന്നിട്ടുള്ള എല്ലാ ആളുകളും, അതോടൊപ്പം തന്നെ നമ്മുടെ മാളുവിന്റെ
പട്ടാളം ഗംഗാരട്ടൻ, പിന്നെ പ്രിൻസിപ്പളായി ഒരു വലിയ സ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് പ്രിൻസിപ്പളായി റിട്ടയർഡ് ചെയ്തിട്ടാണ് മാളുവിന്റെ പിന്നെ മദറിലോ. പിന്നെ മാളു നേരത്തെ പറയുമ്പോൾ ചില ഇംഗ്ലീഷെല്ലാം വരുമ്പോൾ നിങ്ങൾ ആകെ വിചാരിക്കുന്നു മാളു എന്തെങ്ങനെ പറയുന്നത്. 5 വർഷമായിട്ട് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ മാളുവിനോട് അറിയാണ്ട് വന്നു പോകും, അങ്ങനെ വരും എന്നുള്ളതാണ്. അപ്പൊ എല്ലാ ആളുകൾക്കും ഇവിടെ വന്നു ചേർന്ന, എനിക്ക് പേരെടുത്ത് പറയുന്നില്ല കാരണം പാട്ട് ഇനിയും വരുന്നുണ്ട്. അപ്പോ എല്ലാ ആളുകൾക്കും എന്റെ അഭിനന്ദനങ്ങളും നന്ദിയും അർപ്പിക്കുന്നതോടൊപ്പം തന്നെ എന്റെ അനിയനുണ്ട് ഇവിടെ, സുധീഷ്. ഒന്നിതാണ് നമ്മുടെ നാട്ടിലെന്ന് പറഞ്ഞാൽ അത് കേരളത്തിൽ എവിടെയായാലും ഗർഭിണികൾ എന്ന് പറഞ്ഞാല് ഒരു വല്ലാത്ത പരിഗണനയായിരിക്കും. ഗർഭിണി അറിഞ്ഞത് മുതൽ നിൽക്കരുത്, നടക്കരുത്, ഓടരുത്, ചാടരുത് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് റെസ്ട്രിക്ഷൻസും കുറെ കാര്യങ്ങളും കൊണ്ട് ഈ പ്രസവിക്കുന്ന സമയം വരെ കൂടെ ഇങ്ങനെ ആൾക്കാർ നിന്ന് വല്ലാണ്ട് എന്താ പറയാ മാനസികമായ ഒരുപാട് ആൾക്കാർ കണ്ട ആൾക്കാർ കുറെ പീഡനം അനുഭവിക്കുക. അങ്ങനെ അവസാനം പ്രസവിച്ച ആളേക്കാൾ വലിയ വേദന മറ്റുള്ളവർ അനുഭവിക്കുക. ഇങ്ങനെയൊക്കെയാണ് നമ്മളെ നാട്ടിൽ പ്രസവിക്കുക. പക്ഷേ നമ്മളെ ഇന്ന് ഈ ബർത്ത്ഡേ ആഘോഷിച്ച രക്ഷക്ക് ഐശ്വര്യ ജന്മം നൽകിയത് ഇങ്ങനെയൊന്നുമല്ല. കാരണം ഒരു സപ്പോർട്ടും സാധാരണ ഇവിടെ താലോലിക്കുന്ന ആള്, ഞാൻ ആരെ കുറ്റപ്പെടുത്തുന്നല്ലേ, അങ്ങനെ കരുതരുത്, എല്ലാ രീതിയിലും കൂടെ ആൾക്കാരുണ്ടാവും. ഒരാള് പോലും ഇല്ലാതെ ഓസ്ട്രേലിയ ഒരു പക്ഷെ അങ്ങനെ ആയിരിക്കാം. പക്ഷെ നമ്മളെ കൂട്ടത്തിൽ ഇങ്ങനെയൊന്നുമില്ലാതെ, ആരുടെ ശ്രദ്ധയൊന്നുമില്ലാതെ അവിടുന്ന് പ്രസവിക്കുകയും ചെയ്ത് വളർത്തുകയും ചെയ്തിട്ടുണ്ട്. തിരിച്ച് ഇങ്ങോട്ടേക്ക് ഒറ്റക്ക് വരികയും ചെയ്തിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോ അതിന് ആദ്യം ഇങ്ങനെ നമ്മുടെ ഫാമിലിയിലോ ഇവിടെ ആർക്കും സംഭവിച്ചിട്ടില്ല. അതിന് ഐശ്വര്യനെ എല്ലാ അർത്ഥത്തിലും അഭിനന്ദിക്കുന്നു. യെസ്. അപ്പോ ഇനി അങ്ങനെ ഒരു ധൈര്യം എന്നാ തുടങ്ങാം. കേൾക്കണോ പ്രിയ കൂട്ടരെ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. പറട്ടെ. കുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണ കിളി ചൊല്ലി, കേൾക്കണോ പ്രിയ കൂട്ടരെ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. പറട്ടെ. ഇനി പാടുന്നുണ്ട്, കുറെ വരികളുണ്ട്, ഇത്ര മതി. ഇനി ഒരുപാട് ആൾക്കാർ പാടാനുണ്ട്. അപ്പൊ ബൈ, താങ്ക് യു. ഒരു രക്ഷയില്ല മാസ്.
ചെയ്തു. ഗേസേച്ചി പ്രിപ്പയർഡ് ആണെന്ന് കരുതുന്നു. ഗേസേച്ചിക്ക് വീണ്ടും വേണമെങ്കിൽ സമയം കൊടുക്കാവുന്നതാണ്, പക്ഷെ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, പാടാതെ ഇവിടുന്ന് പോവില്ല. ഇതിനിടയ്ക്ക് അനൂസിന്റെ ഒരു ഡാൻസ് ഉണ്ടാവും. ചെയ്തു. ഗേസേച്ചി പ്രിപ്പയർഡ് ആണെന്ന് കരുതുന്നു. ഗേസേച്ചിക്ക് വീണ്ടും വേണമെങ്കിൽ സമയം കൊടുക്കാവുന്നതാണ്, പക്ഷെ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, പാടാതെ ഇവിടുന്ന് പോവില്ല. ഇതിനിടയ്ക്ക് അനൂസിന്റെ ഒരു ഡാൻസ് ഉണ്ടാവും. Thank you.